ഖുർആൻ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ രണ്ട് രീതിയിൽ വായിക്കാൻ പറ്റും. കിതാബായിട്ടും വായിക്കാൻ പറ്റും, ഖുർആനായിട്ടും വായിക്കാൻ പറ്റും. കിതാബ് എന്ന് പറഞ്ഞാൽ കുറെ നിയമങ്ങൾ, തത്വോപദേശങ്ങൾ ഒക്കെ ഖുർആനിൽ കാണാൻ പറ്റും. അതുപോലെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള ഒരു വായനയുണ്ട് ഖുർആനിൽ. പ്രത്യേകിച്ച് ഖുർആനിന് ഒരുപാട് ഉസ്ലൂബുകളുണ്ട്, ഒരുപാട് ശൈലികളുണ്ട്. ഒരു ശൈലി ദൃശ്യാവിഷ്കാര ശൈലിയാണ് ഖുർആനിൻ്റെത്. അതിന് പറ്റിയ ഒരു ആയത്തും കൂടിയാണത്. അതായത് ഇപ്പൊ നമുക്ക് ആ വചനം വായിക്കുമ്പോൾ ഒരു തിരക്കഥ വായിക്കും പോലെ തോന്നും. നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരും. അങ്ങനെ ഖുർആനിൽ കുറേ സ്ഥലത്തുണ്ട്. അതിന് പറ്റിയൊരു വചനമാണ് അത്. വത്ലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിന. നമ്മുടെ വേദം, നമ്മുടെ ദൃഷ്ടാന്തം ഒരാൾക്ക്, നബഉൽ എന്ന് പറഞ്ഞാൽ നബഉൽ അദീം എന്ന് പറഞ്ഞാൽ ഖബറുൽ അദീം, ഒരു ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു സന്ദേശം അയാൾക്ക് കൊടുക്കുകയും അയാൾ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഫൻസലഖ മിൻഹ, അയാൾ അല്ലാഹു അദ്ദേഹത്തിന് ഇൽമു പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു, ഹദീസ് പഠിപ്പിച്ചു, ഇസ്ലാം മതത്തിൽ അയാൾ ജീവിച്ചു. ഇങ്ങനെയിരിക്കെ പെട്ടെന്ന് ഫൻസലഖ മിൻഹ, അതിൽ നിന്ന് അയാൾ കൊഴിഞ്ഞു പോകുന്നു. നമ്മൾ സാധാരണ സലഹ എന്ന് പറഞ്ഞ പാമ്പ് അതിൻ്റെ പടം ഒഴിവാക്കുന്നത് പോലെ അയാൾക്ക് കിട്ടിയ ഹിദായത്ത്, ഈ ഇൽമ്, ഈ നൂറ് അയാൾ ഉപേക്ഷിച്ച് ഇസ്ലാമിന്റെ വസ്ത്രം കളഞ്ഞ് നഗ്നനായി ജീവിക്കുന്നു. ഷൈത്താൻ ഇത് പാർത്തിരിക്കുകയായിരുന്നു. ഷൈത്താൻ പെട്ടെന്ന് ഇദ്ദേഹത്തെ പിന്തുടർന്നു. ഫകാന മിനൽ ഗാവീൻ, അയാൾ അധർമ്മകാരിയായി, അയാൾ മുളില്ലായി, ലാലായി തീർന്നു എന്നാണ്. തുടർന്ന് പറയുന്നത് വലൗ ശിഅ്നാ ലറഫഅനാ ബിഹ, നമ്മുടെ ഈ നൂറ് കൊണ്ട്, നമ്മുടെ കിതാബ് കൊണ്ട്, നമ്മുടെ ഈ ആയാത്ത് കൊണ്ട് അള്ളാഹു അയാളെ ഉയർത്തുമായിരുന്നു. പക്ഷെ അയാൾ തെരഞ്ഞെടുത്തത് വലാകിന്നഹു അദ്ഖല ഇലൽ അർദ്, അയാൾ അധമനാവാനാണ്, ഭൂമിയിലേക്ക് പറ്റിച്ചേരാനാണ് അയാൾ തീരുമാനിച്ചത്. വത്തബഅ ഹവാ, അയാളെ തന്നെ, അയാളുടെ ദേഹേച്ഛയെ പിന്തുടരുകയും ചെയ്തു. ഈ മനുഷ്യന്റെ ഉപമ, ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകി, അറിവ് നൽകി, എന്നിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ശൈത്താന്റെ മാർഗത്തിൽ കൂടിയ ഒരുത്തന്റെ ഉപമ കമസലിൽ കൽ, പട്ടിയുടെ ഉപമ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹദ് ഔ തത്റുഖുഹു യൽഹദ്. ഒരു പട്ടിയെ നമ്മൾ ഉപദ്രവിച്ചാൽ ആ പട്ടി നാവും തൂക്കിയിട്ട് ഇങ്ങനെ കേത്ത വലിച്ചുകൊണ്ടേയിരിക്കും. ആ പട്ടിയെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്യും, അതല്ല അതിനെ ഉപേക്ഷിക്കുകയാണെങ്കിലോ അപ്പോഴും പട്ടിയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. നല്ല വഴി കിട്ടിയപ്പോഴും അതല്ല ആ വഴിയിൽ നിന്ന് പോയോളും അയാൾ എപ്പോഴും ഭൂമിയിലേക്ക് അധപതിച്ചുകൊണ്ടേയിരുന്നു. ഭൂമിയോടുള്ള ആർത്തിമൂത്ത് അയാൾ നായ പോലെ അയാൾ ഇങ്ങനെ ഉമിനീര് മൊലിച്ച് നാക്കി നീട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അള്ളാഹുവിന്റെ ആയാത്തുകൾ നിഷേധിച്ചവരുടെ ഉപമ. ആയാത്ത് എന്ന് പറഞ്ഞ ആയാത്തുൻ കൗനിയ, ആയാത്തുൻ പിന്നെ ഖുർആനിലുള്ള ഓരോ ആയാത്തുൻ മുനസ്സല, ഖുർആനിൽ വരുന്ന ഈ വചനങ്ങളൊക്കെ മുനസ്സലാണ്. ആയാത്തുൻ കൗനിയ, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ. ഇപ്പൊ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ്. ഈ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ടാണ് നബിയെ അവർക്കൊരു കഥ ചൊല്ലിക്കൊടു, അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്ക്, ഈ ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു കൊടുക്ക്. ലഅല്ലക്കും യതഫക്കറുൻ, അയാൾ ചിന്തിച്ചേക്കാം ഒരു വേള എന്ന്. ഇത് ചിത്രീകരിച്ചു പറയുമ്പോൾ നമുക്കറിയാം, ചില മുഫസ്സിറുകൾ ഇതൊരു ചിത്രീകരണം പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അംർ ബിൻ ബാഊറ എന്ന് പറഞ്ഞ മൂസാ നബിയുടെ കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ മതപണ്ഡിതൻ, പിന്നീട് ഈ മതം ഉപേക്ഷിച്ച് അയാൾ പേച്ചുപോയ ഒരു രംഗം അവിടെ പറയുന്നുണ്ട്. നബിയുടെ കാലത്തുണ്ടായിരുന്ന ഒരുപാട് കവികളെ കുറിച്ച് പരാമർശമുണ്ട്. ആ കഥ പറയുന്നത് ഒരു കഥ ചൊല്ലിക്കൊട് എന്നുള്ള രീതിയിലാണ്. ഒരു മനുഷ്യൻ അങ്ങനെ ചിത്രീകരിക്കുകയാണ്. അതുകൊണ്ട് മതം വിട്ടാൽ എങ്ങനെയായിരിക്കും എന്നതാണ് സൂറത്തുൽ അറാഫിലെ 175-ാമത്തെ വചനം